കടലാക്രമണം നേരിടുന്ന പൊന്നാനി പാലപ്പെട്ടി പ്രദേശത്ത് ശാശ്വതവും ശാസ്ത്രീയവുമായ കടൽഭിത്തി സ്ഥാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി KV സഫീർ ഷാ പറഞ്ഞു. പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസങ്ങളിൽ കടലാക്രമണമുണ്ടായ പാലപ്പെട്ടി, അജ്മീർ നഗർ, ബീച്ച്, തണ്ണിത്തുറ, വെളിയങ്കോട്, പത്തുമുറി എന്നീ പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. തീരമേഖലയിലെ വീടുകളിലേക്ക് വെള്ളം കയറിയത് മൂലവും കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാലും 50ഓളം കുടുംബങ്ങളാണ് ബന്ധുവീടുകളിലേക്ക് താമസം മാറിയത്. പത്തുമുറി മുതൽ കാപ്പിരിക്കാട് 4 കിലോമീറ്റർ നീളത്തിലാണ് ഭിത്തി തകർന്നു കിടക്കുന്നത്. സർക്കാർ വകയിരുത്തിയ 10 കോടി രൂപയുടെ കടൽഭിത്തി നിർമ്മാണത്തിന്റെ നടപടികൾ ആരംഭിക്കാത്തതിലും കെട്ടിയ കടൽഭിത്തി നിർമ്മാണത്തിലെ അപാകതയിലും പ്രതിഷേധിച്ച് നാട്ടുകാരെ സംഘടിപ്പിച്ച് സമരം നടത്തുമെന്നും സഫീർ ഷാ പറഞ്ഞു. പൊന്നാനിയിലെ വെളിയങ്കോട് പാലപ്പെട്ടി പ്രദേശത്ത് കടലാക്രമണം സംഭവിച്ച പ്രദേശത്താണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടി നേതാക്കന്മാരുള്ളത്. പ്രവർത്തകരും നേതാക്കന്മാരും ഈ പ്രദേശം സന്ദർശിക്കാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്. ഇന്നലെ 2-3 ദിവസമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 50ഓളം വീടുകളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ബന്ധുവീട്ടുകളിലേക്കും മറ്റുമായിട്ട് ഇവിടുന്ന് മാറി താമസിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ പ്രദേശം തീരദേശ പ്രദേശത്തുള്ള ജനങ്ങളോട് നമ്മുടെ സർക്കാരുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന, അധികൃതർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഞ്ചനയുടെയും നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചനയുടെ ഒരു തുടർ സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കടലാക്രമണം നേരിടുന്ന ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശാശ്വതവും ശാസ്ത്രീയവുമായ പരിഹാരങ്ങൾ കാണുന്നതിന് പകരം തൽക്കാലം കണ്ണിൽ പൊടിയിടുന്ന ചില പൊടിക്കൈകൾ മാത്രം പ്രയോഗിക്കുന്ന രീതിയാണ് ഇവിടെ സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഇവിടെ കടലാക്രമണം നേടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കടൽഭിത്തി സ്ഥാപിക്കുന്ന വിഷയത്തിലൊക്കെയും വളരെ അശാസ്ത്രീയമായ രീതികളും അഴിമതിയും നിറഞ്ഞ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നേരിട്ട് ഇവിടെ തന്നെ നേരിട്ട് കാണാവുന്ന സ്ഥലങ്ങളാണ്. കടൽഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് ഈ കടൽഭിത്തി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കല്ലുകൾ ഉപയോഗിച്ചിട്ടല്ല എന്നുള്ളതാണ് അതിൻ്റെ വളരെ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ചെറിയ കല്ലുകൾ ഉപയോഗിച്ച് വലിയ പദ്ധതികൾ, കോടിക്കണക്കിന് രൂപ ഫണ്ട് വകയിരുത്തുകയും എന്നിട്ട് ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം എത്രയായാലും അത് പ്രയാസമില്ല എന്ന്, അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള നടപടികളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കടൽഭിത്തി നിർമ്മിക്കുന്നിടത്തിലെ അശാസ്ത്രീയത, അതിലെ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി, ഇതൊക്കെ നമ്മൾ വളരെ ശക്തമായി ഈ രംഗത്ത് സാധാരണ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് വഹാബ് വെട്ടം, മണ്ഡലം അധ്യക്ഷൻ മുഹമ്മദ് പൊന്നാനി, CV ഖലീൽ, നൌഷാദ് യാഹു, മുസ്തഫ, സുലൈമാൻ, ഹംസ, സുബൈദ, മൈമൂന, മജീദ് പാലപ്പെട്ടി എന്നിവർ സംബന്ധിച്ചു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങാറില്ല. രാത്രി മുഴുവൻ ഈ കുട്ടികൾക്ക് കാവൽ നിൽക്കുകയാണ്. ഇവർ വന്നിട്ട് വേറൊരു ഷെൽട്ടറിലേക്ക് മാറണം നിങ്ങൾ പറയുമ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് മാറാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ഒരു വാടകയ്ക്കൊരു വീട് എടുക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ വാടകയ്ക്ക് വീടിന് പോകുമ്പോൾ അവർ ചോദിക്കുന്ന അഡ്വാൻസും കാര്യങ്ങളും പെട്ടെന്ന് ഒരു നിമിഷം ഒരു ദിവസം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പൈസ നമ്മുടെ ഇതിൽ ലോക്കറിൽ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊന്നുമല്ലല്ലോ. അപ്പോൾ അത്തരം ആളുകൾക്ക് എങ്ങനെ മാറാൻ പറ്റും എന്ന് പറയണത്, ഇനിയിപ്പോൾ ഈ താൽക്കാലികമായിട്ട് ഏതെങ്കിലും ഷെൽട്ടർ എവിടെയെങ്കിലും കണ്ടെത്തിയിട്ട് അവിടേക്ക് മാറാൻ പറ്റുന്ന ഒരു അവസ്ഥയിലും അല്ല. അപ്പം അതാണ്. അപ്പം ഇന്ന് ഈ അധികാരികൾ ഇതിന് മുന്നിൽ കണ്ണടക്കാണ്ട് ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നിയമത്തിൻ്റെ മുന്നിൽ നിങ്ങളുടെ ഞങ്ങളുടെ ക്രൈറ്റീരിയ വെച്ചിട്ട് അതിന് എലിജിബിൾ ആണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഇനി ഞങ്ങളെക്കാൾ കൂടുതൽ എലിജിബിൾ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കും. പക്ഷേ ഇത് ഈ ഒരു 10 മീറ്ററിനുള്ളിൽ അതിനുള്ളിൽ നിന്നിട്ട് ആണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അതിനുള്ളിൽ വേറെ ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് മതി ഞങ്ങൾക്ക്. പക്ഷേ ഈ ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് തരണം നിങ്ങൾ എന്തായാലും. ന്യൂസ് ബ്യൂറോ, തിരൂർ. അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് ഫോർ യു സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു. ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരവുമാക്കൂ. ഗ്രോസറി, ക്രോക്കറി, സ്റ്റേഷനറീസ്, ഗിഫ്റ്റ് ആൻഡ് ടോയ്സ്, ഫുഡ്വെയർ, കിച്ചൺ ആക്സസറീസ് എന്നിങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം ഫോർ യു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം. ഫോർ യു സൂപ്പർ മാർക്കറ്റ്, ചട്ടിപ്പറമ്പ്. ഫോൺ 0483 270 5864.